രണ്ട് പ്രമുഖ മുന്നണികൾക്കും ഒരേ പേരിലുള്ള സ്ഥാനാർത്ഥികൾ. മലപ്പുറം പെരിന്തൽമണ്ണ നഗരസഭയിലാണ് UDF-നും LDF-നും ഒരേ പേരുള്ള സ്ഥാനാർത്ഥികളുള്ളത്. 33-ാം വാർഡ് ജൂബിലി റോഡിലാണ് രണ്ട് സ്മൃതിമാർ സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുള്ളത്. സാധാരണ ഒരേ പേരിൽ അപര സ്ഥാനാർത്ഥികളെയാണ് കേൾക്കാറ്. എന്നാൽ പെരിന്തൽമണ്ണ നഗരസഭയിലെ 33-ാം വാർഡിൽ ഇരുമുന്നണികൾക്കും ഒരേ പേരുള്ള സ്ഥാനാർത്ഥികൾ. UDF-നായി സ്മൃതി കോലത്തും LDF-നായി പത്തത്ത് സ്മൃതി രാജേഷും സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുണ്ട്. പേര് സാമ്യമാണെങ്കിലും പേരിനു പകരം ചിഹ്നം നോക്കി വോട്ട് ചെയ്യാനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. നല്ലൊരു അനുഭവമായിട്ട് തോന്നുന്നു. തുടങ്ങി വീട്ടിൽ കയറി ഇറങ്ങി ഒരു റൗണ്ട് പോയി വന്നു. നല്ല പ്രതികരണം എല്ലായിടത്തുനിന്നും കിട്ടുന്നത്. പലർക്കും സംശയമുണ്ട്, എന്നാലും എല്ലാവരോടും ചിഹ്നം നോക്കി ചെയ്യാനാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നേരത്തെ അറിയായിരുന്നു അങ്ങനെ ഒരു സ്മൃതിയാണ് ഓപ്പോസിറ്റ് വരുന്നത്? ഇല്ല, അറിയില്ലായിരുന്നു. സ്മൃതിയാണ് അറിയില്ലായിരുന്നു. ആ സ്ഥാനാർത്ഥി അറിയോ? കണ്ടിട്ടുണ്ട്. എതിർ സ്ഥാനാർത്ഥിയായി മറ്റൊരു സ്മൃതിയാകുമെന്ന് അറിയില്ലായിരുന്നുവെന്ന് LDF സ്ഥാനാർത്ഥി പത്തത്ത് സ്മൃതി രാജേഷ്. അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നമുള്ളതുകൊണ്ട് യാതൊരു ആശങ്കയുമില്ലെന്നും സ്ഥാനാർത്ഥി. ഞങ്ങള് ആദ്യം വെച്ച് തന്നെയായിരുന്നു. അത് പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല. വോട്ടുകൾ ചോദിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. അപ്പൊ ഞങ്ങള് പേരിലേക്ക് നോക്കണ്ട, പേരിൽ കൂടുതൽ ഇത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചിഹ്നം നോക്കി ചെയ്യാനാണ് ഓരോ വീട് കയറി ഇറങ്ങുമ്പോഴും ഞങ്ങൾ പറയാറുള്ളത്. പിന്നെ ഇപ്പൊ വയസ്സായവരാണെങ്കിലും എല്ലാരും ചിഹ്നം ഏതാന്ന് ചോദിക്കാറുള്ളത്. അപ്പൊ അവർക്ക് ആ ഒരു ചിഹ്നം എന്ന് പറയുന്നത് അവർക്ക് അതൊരു ഭയങ്കര ഒരു ക്രൈസ് ആയിട്ടുള്ള ചിഹ്നമാണത്. അപ്പൊ അവര് അത് നോക്കിയിട്ടേ കുത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പേരും കൊണ്ട് അങ്ങനെ സാമ്യം വെച്ചിട്ട് ഞങ്ങൾക്ക് ടെൻഷനൊന്നും അടിക്കാനുള്ള കാര്യമില്ല. പ്രചരണ രംഗത്ത് ഇരു സ്മൃതിമാരും സജീവമാണ്. 2020-ൽ UDF-ൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റ് നിലനിർത്താൻ LDF-ഉം സീറ്റ് പിടിച്ചെടുക്കാൻ UDF-ഉം പ്രചരണം ശക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ വാർഡിൽ നിന്ന് സ്മൃതിയാകും വിജയിക്കുക. അതേതു സ്മൃതി വിജയിക്കണമെന്ന് നാട്ടുകാർ തീരുമാനിക്കും. അനുരൂപി ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.